മക്കളെ നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ അക്ഷരങ്ങളും ചിഹ്നങ്ങളുമായിട്ട് പോകുന്നതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. 1000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ഒന്ന് ശരിക്കും 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഈ ടിപ്സ് എല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കുക. ഒട്ടും പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരു കൈത്താങ്ങ് കിട്ടണം. ആരും മലയാളം പഠിക്കാതെ ഇരിക്കരുത് എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള വാതിൽ എനിക്ക് തുറന്നു കിട്ടി. എല്ലാവർക്കും ക്ലാസ് തുടങ്ങാം. നമ്മളൊരു എയ്ഡായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചെടിയെയാണ് അല്ലേ. 15 സ്വരങ്ങൾ, 14 ചിഹ്നങ്ങൾ. എന്തിനാണ് ഈ ചെടീനെ നമ്മൾ കാണിച്ചത്? നമ്മുടെ ആദ്യത്തെ അക്ഷരം ആ. 36 വ്യഞ്ജനങ്ങളും ആയിലാണ് അവസാനിക്കുന്നത്. അതിനെ മാത്രമേ നമ്മൾ ആ അക്ഷരത്തിന്റെ ഗണത്തിലേക്ക് നമ്പറായിട്ട് കൂട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാം അക്ഷരങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഈ 36 അക്ഷരത്തിന് നമ്മൾ ആ എന്നുള്ള ശബ്ദം കൊടുത്താൽ അതും വ്യഞ്ജനാക്ഷരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അക്ഷരത്തിനും 14 ചിഹ്നങ്ങളും കൊടുക്കാം, 15 ശബ്ദവും കൊടുക്കാം. ഒരക്ഷരത്തിന് ക എന്നുള്ള അക്ഷരത്തിന് തന്നെ 14 ചിഹ്നവും കൊടുക്കാം, 15 സ്വരവും കൊടുക്കാം. പക്ഷെ നമ്മൾ എണ്ണത്തിൽ കൂട്ടുന്നില്ല. കൂട്ടുമ്പോൾ നമ്മൾ 36 വ്യഞ്ജനാക്ഷരങ്ങൾ, 5 ചില്ലക്ഷരങ്ങൾ എന്നുള്ള ഇതിൽ നിർത്തി. ശബ്ദം കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ അക്ഷരത്തിനും കൊടുക്കുന്നുണ്ട്. 15 ശബ്ദവും അക്ഷരത്തിന് കൊടുക്കുന്നുണ്ട്, ഒരക്ഷരത്തിന്. ഒപ്പം 14 ചിഹ്നങ്ങളും ചേർത്തിട്ടുള്ള വാക്കുകളും ഉണ്ടാക്കുന്നുണ്ട്. അത് മനസ്സിൽ സൂക്ഷിക്കുക. ഇനി എന്താണ്? ഇപ്പൊ ഒരു വ്യഞ്ജനാക്ഷരം നമ്മൾ എടുത്തു, ച. അത് അക്ഷരമാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു സ്വരമുണ്ട്. ഏത് സ്വരമാണ്? അ. അതിന്റെ വ്യഞ്ജനവർണം ച. ച അ ച. നമ്മൾ ച എന്നുള്ള അക്ഷരം എടുത്ത് അതിന്റെ കൂടെയും ഉണ്ട് ഒരു സ്വരം. ഏതാണ്? ആ. അതിന്റെ വർണ്ണം ചേർന്നിട്ടുള്ള വ്യഞ്ജനവർണം ച. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വരെ എത്തി. ആദ്യത്തെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആ സ്വരാക്ഷരം ആ വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതി ആ ശബ്ദത്തോടുകൂടി തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന വാക്കുകൾ, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രം ചേർത്ത് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കി. കൂട്ടത്തിൽ കൂടെ ആരെ ചേർത്തു? ചില്ലക്ഷരങ്ങളെ. എന്നിട്ട് നമ്മൾ ചിഹ്നങ്ങളൊന്നുമില്ലാത്ത വാക്കുകൾ ഉണ്ടാക്കി. നമുക്ക് ഉറച്ചു അല്ലേ? ഓക്കെ. അടുത്ത ദിവസം നമ്മൾ എന്താ ചെയ്തത്? തൊട്ടടുത്ത സ്വരാക്ഷരം ആ അത് വെച്ചിട്ടുള്ള വാക്കുകൾ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ അതിന്റെ ചിഹ്നം ദീർഘം ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്കുകൾ നമ്മൾ ഉണ്ടാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുന്നേ പഠിച്ച അക്ഷരങ്ങളും ഒരു ചിഹ്നം ആ എന്നുള്ള ദീർഘം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളുമാണ് ആദ്യ ഭാഗത്ത്. നോക്കാം. നമുക്ക് പരിമിതമായ അക്ഷരങ്ങളും ചിഹ്നം മാത്രമുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റില്ല. എങ്കിലും അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യാം. ഇപ്പൊ ഒരാൾ പുറത്തുനിന്ന് വന്ന് നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? അത് ആരാ എന്ന് ചോദിക്കും. അത് ആരാ? അല്ലെങ്കിൽ എന്ത് ചോദിക്കും? ആരാ അത് എന്ന് ചോദിക്കും. ഇവിടെ 2 സ്ഥലത്തും അത് എന്നുള്ളതിന് ചന്ദ്രകല എന്നുള്ളൊരു ചിഹ്നം കൂടെയുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ തീരുമാനത്തിന് ഒരു ചിഹ്നവും വേണ്ട. നമ്മൾ ഏത് ചിഹ്നം വരെ എത്തിയോ, ഏത് സ്വരാക്ഷരം വരെ എത്തിയോ ആ ചിഹ്നം മാത്രമേ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ആരാ, ആരാ അത് എന്നുള്ളതിന് ഒരൊറ്റൊരു വാക്ക് എഴുതാം. എന്താണ്? ആരാ, അതാരാ. പോരെ? അതാരാ. ചന്ദ്രകല പോയില്ലേ? ഇനി ഒരാള് പുറത്തുനിന്ന് വന്ന് നമ്മളത് ആരാ എന്ന് ചോദിച്ചപ്പോൾ ആ വന്ന വ്യക്തി എന്ത് പറയും? ഇത് ഞാനാ എന്ന് പറയും. നമുക്കത് എഴുതാൻ പറ്റില്ല ഇത് ഞാനാന്നുള്ളതിന്. മറിച്ച് എന്ത് പറയാം? ഞാനാ
രാമൻ. നമുക്ക് ആ പേരെടുക്കുമ്പോഴും നമ്മുടെ അക്ഷരവും ചിഹ്നവും മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ദാസൻ, ബാലൻ, ജലജ, സരസ, കനക എന്നൊക്കെ എഴുതാം. അതല്ലാണ്ട് വേറൊരു ചിഹ്നവും നമ്മൾ എടുക്കരുത്. ഞാന, ബാലൻ. അല്ലെങ്കിൽ എന്ത് പറയാം? ഞാൻ ബാലന എന്ന് പറയാം. ഞാൻ ബാലന. വേറൊരു ഒരു ഇതിൽ കൂടി പറയാം, ബാലൻ. അല്ലെ? രാമനാണെങ്കിലാ ഞാൻ രാമൻ. ഞാനാ രാമൻ. ഞാൻ രാമന. 3 തരത്തിൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മൾ ആഹാ നീയോ എന്ന് ചോദിക്കാമോ? പാടില്ല. ആഹാ രാമ വാട. ആഹാ രാമ വാട. ഓക്കെ അല്ലേ അത്? ഇനി രാമനകത്തോട്ട് വരുമ്പോ നമുക്ക് രാമനെ കൂടി കളിക്കണം, പാടണം, ആടണം, ചാടണം, എല്ലാം ചെയ്യണം. പക്ഷെ എഴുതുമ്പോ നമ്മൾ നമ്മളുടെ അക്ഷരത്തിൽ കൊള്ളുന്ന, ചിഹ്നത്തിൽ കൊള്ളുന്ന എഴുതണമെങ്കിൽ എന്ത് എഴുതണം? ആഹാ രാമ വാട. പാടാൻ വാട, ആടാൻ വാട, ചാടാൻ വാട. എഴുതാലോ? ഇത് നമുക്ക് ഒരു ചെറിയ ഈണത്തിൽ അങ്ങോട്ട് പാടിയാലോ? വാടാ രാമ ആടാൻ വാ. അടുത്തത് ബാലനെ വിളിക്കാം. വാടാ ബാല പാടാൻ വാ. ഇനി ദാസനെ വിളിക്കാം. ദാസാ വാട ചാടാൻ വാട. ഇവിടെ നമ്മൾ ഒറ്റൊരു ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ? ആടട രാമ പാടട രാമ ആടാൻ പാടാൻ വാടാ രാമ. ഒന്നുകൂടി പാടിക്കേ. ആടട രാമ പാടട രാമ ആടാൻ പാടാൻ വാടാ രാമ. സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ കവിതകളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ അല്ലേ? ഇതൊക്കെ മതിയല്ല കുട്ടികൾക്ക് ചിഹ്നം പഠിക്കാനായിട്ട്. ഇത് നിങ്ങൾ എഴുതണം, പുസ്തകത്തിൽ എഴുതണം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വേർഡ് പഠിച്ചു, ആഗതൻ. ആഗതൻ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് വരുന്ന ആളെയാണ് ആഗതൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആരോ വരുന്നത് പോലെ തോന്നിയപ്പോ നമ്മൾ ചോദിക്കുന്നു, വിടുന്നുണ്ട്, ആരാ ആഗതൻ? കേട്ടു നിൽക്കുന്ന ആൾക്ക് ഉത്തരം പറയാം. രാമന ആഗതൻ, അല്ലെങ്കിൽ അവന ആഗതൻ. ഒന്നിച്ചു പറഞ്ഞാല അവനാഗതൻ. അവനാണാഗതൻ. അവനാണ് ആഗതൻ എന്നല്ല, അവനാണാഗതൻ. ചേർത്ത് ചേർത്ത് പറയാം. എന്താണ് അപ്പൊ അവിടെ നമ്മൾ ഉപേക്ഷിച്ചു വിടുന്നത്? ചന്ദ്രകല. കൂട്ടിച്ചേർക്കാനായിട്ട് ചന്ദ്രകലയെ മാറ്റിയാൽ നമുക്ക് ചിഹ്നങ്ങളെ കൂട്ടി യോജിപ്പിച്ച് നല്ല വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു സിനിമാ നടന്റെ പേര് കമൽഹാസൻ അല്ലെങ്കിൽ കമലഹാസൻ. കമൽഹാസൻ ആരാ? സിനിമാ നടൻ എന്ന് പറയാൻ പറ്റൂല അല്ലെ? നമ്മൾ ഉപയോഗത്തിൽ വരുന്ന ചിഹ്നമല്ല. അപ്പൊ എന്തെഴുതാം? കമൽഹാസൻ നടന. നടൻ എന്ന് പറയാൻ പറ്റും, സിനിമയിൽ അഭിനയിക്കുന്ന ആളാണെന്ന്, അല്ലെങ്കിൽ നടൻ. കമൽഹാസൻ നടന മതി, അല്ലെങ്കിൽ നടന കമൽഹാസൻ. ചേർന്ന് വരുന്നില്ലേ? ഇതുപോലെ നമ്മൾ ഒരു ചിഹ്നം 2 അക്ഷരങ്ങൾ വെച്ചിട്ട് പിന്നെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും, ആ ശബ്ദമുള്ള വ്യഞ്ജനാക്ഷരങ്ങളും ചേർത്ത് കുറച്ച് വാചകങ്ങൾ ഉണ്ടാക്കി. അടുത്തത് അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ പേജിൽ ചിഹ്നം എഴുതുമ്പോൾ, വാചകം എഴുതുമ്പോൾ നമ്മൾ എന്ത് വേണം? അതിന്റെ മുകൾ ഭാഗത്ത് ഏതെല്ലാം അക്ഷരങ്ങൾ ഉപയോഗിച്ചു, ഏതെല്ലാം ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് മുകളിൽ കൊടുക്കണം. ഇവിടെ ഏതെല്ലാമാണ്? ആ വാക്കുകൾ. പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ മൊത്തം ഉണ്ട്, അത് നമ്മൾ എഴുതണമെന്നില്ല. ഉപയോഗിച്ച ചിഹ്നം ദീർഘം, അതെഴുതി. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്ത് എന്താ വേണ്ടത്? നമ്മളുടെ ഈ മുകളിൽ ഈ എഴുതുക. ഈയിലുള്ള വാക്കുകൾ എഴുതുക. ഈയുടെ ചിഹ്നം വള്ളി, അതിവിടെ എഴുതുക. എന്നിട്ട്
വള്ളി ഉപയോഗിച്ചു കൊണ്ടുള്ള അർത്ഥവത്തായ വാക്കുകൾ എഴുതണം. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ വാക്കുകൾ എന്തായിരിക്കണം? നമ്മളുടെ പിന്നാമ്പുറത്ത് നിന്ന് നമ്മൾ പഠിച്ചു വന്ന ആ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ളതായിരിക്കണം. ആ വെച്ചിട്ടുള്ള വാക്കുകൾ ആദ്യം എഴുതുക. ശേഷം നമ്മൾ ക്രമമായിട്ട് കവർഗം, ചവർഗം, ടവർഗം പരമാവധി ശ്രദ്ധിക്കുക. അത് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലൊന്നും ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ഇവിടെ വാചകങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ വാക്കുകൾ ടീച്ചർ പറയട്ടെ. ഓക്കെ, ഈ വെച്ചിട്ടുള്ളത് ഇല, ഇര, ഇണ, ഇതൾ, ഇവൾ, ഇവൻ, ഇവർ, ഇണകൾ, ഇമ, ഇമകൾ എന്നും പറയാം. ഇവ, ഇനാമൽ, പല്ലിന്റെ കട്ടി കൂടിയ ഭാഗം. ഇറാൻ, ഇവാൻ. അപ്പൊ അങ്ങനെ സെലക്റ്റീവായിട്ട് എഴുതണം. ആളുകളുടെ പേര്, വസ്തുക്കളുടെ പേര്, സ്ഥലത്തിന്റെ പേരൊക്കെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. ഇനി അത് ഈ അറ്റത്ത് വാക്കുകൾ ആദ്യം നമ്മൾ ആ വെച്ചിട്ടുള്ളത് എഴുതുക. അരി, ആമിന. പിന്നെ ഈ വെച്ചിട്ടുള്ള ഇനി, ഇതിൽ. പിന്നെ കച്ചട്ടത്തപ്പ, കാ വെച്ചിട്ടൊക്കെ ഉള്ളത് കറി, കരടി, കിരൺ, കിണർ, കടി, ചിരവ, ചിരി, ചിതൽ, തിരി, ഗിരിജ. ഗ മുകളിലാണെങ്കിലും തെറ്റിപ്പോയതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ആലോചിച്ച് കിട്ടുന്നത് എഴുതുക. 3 വാക്കുകൾ സിനി, സിനിമ, സിനിമാല. അപ്പൊ നോക്കി, സിനി, സിനിമ, സിനിമാല. 2 ചിഹ്നവും വന്നു, ദീർഘവും വന്ന് വള്ളിയും വന്നു. സാരി, മിനി, കണി, പണി, ഹിമ, മാഹി, ഹിമൽ, മടി, ലിസി, വിരൽ, വില, വിട, വിളി, യാമിനി. അപ്പൊ പരമാവധി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ആയും ഈയും ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ എഴുതി. ഇവിടെ നമ്മൾ വാചകങ്ങൾ അത് നിങ്ങളൊന്ന് ശ്രമിക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമോ എന്ന്. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്ത ക്ലാസ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ആ ഇ വരെയുള്ള സ്വരാക്ഷരങ്ങൾ, ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകൾ, അതിൻ്റെ ആ വരെയുള്ള വാചകങ്ങളും. ഓക്കെ, അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. നന്ദി, നമസ്കാരം.